Hello everyone, welcome to നമ്മുടെ classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ചാപ്റ്റർ 3 ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസിൽ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു 11th-12th സ്റ്റാൻഡേർഡിൽ പോയി ഹയർ ടോപ്പിക്സ് ഒക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും അതിൽ നിങ്ങൾക്ക് ഇത് വളരെ എന്താ പറയുന്നത് യൂസ്ഫുൾ ആയിട്ട് വരാൻ പോകുന്നൊരു ടോപ്പിക്കാണ് മോൾ കോൺസെപ്റ്റ്. So pay attention to it and what to say, ഇതിൽ നിന്ന് കൂടുതലും ന്യൂമെറിക്കൽസ് ഒത്തിരി വരാൻ ചാൻസ് ഉണ്ട് rather than theory. So ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പാർട്ട് 1 ആയിട്ടാണ് എടുക്കുന്നത് മോൾ കോൺസെപ്റ്റ്സിൻ്റെ. എന്താ പറയുന്നത്, നമ്മൾ ഒരു ബേസിക് കോൺസെപ്റ്റ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാർട്ട് വരും ഈ വീഡിയോൻ്റെ തന്നെ, മോൾ കോൺസെപ്റ്റ്സിൻ്റെ തന്നെ. നമ്മൾ അവിടെ ന്യൂമെറിക്കൽസ് എല്ലാം കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും, എങ്ങനെ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, സോ ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ് ആൻഡ് ബി വെരി what to say, like pay attention to the video because it's really important topic. So let's move ahead. So എന്താ പറയുന്നത്, മോൾ കോൺസെപ്റ്റ്സിൻ്റെ എന്താ പറയുന്നത് ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുന്നതെന്ന്. എന്നുവെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്ന് അറിയണമല്ലോ. സോ നമുക്ക് the first question to you guys is why mole concepts? Okay, why are we like concerned about this thing? Okay, so let's see why we need this. ഇപ്പം നമ്മൾ ഇതിലൊരു കടയിൽ പോയി ഇപ്പം നമുക്ക് എഗ്സ് മേടിക്കണം. അന്നേരം നമ്മൾ എങ്ങനെയാണ് മേടിക്കുന്നത്? നമ്മൾ പറയും, ആ ഷോപ്പ് കീപ്പറിനോട് പറയും ഞങ്ങൾക്ക് ഒരു ഡസൻ എന്താ പറയുന്നത് എഗ്സ് പാക്ക് ചെയ്ത് തരാം, അല്ലെങ്കിൽ 2 ഡസൻ എഗ്സ് പാക്ക് ചെയ്തേക്കാൻ, അല്ലേ? അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ഫ്രൂട്ട് ഷോപ്പിൽ പോയി ബനാനാസ് മേടിക്കുക, റൈറ്റ്? സോ യുൽ സേ ഐ നീഡ് 1 dozen of bananas. You just pack 1 dozen of bananas or 2 dozen, something like that, right? So the dozen, നമ്മൾ ഡസൻ എന്താ പറഞ്ഞാണ് ആ ആർട്ടിക്കിൾസിനെ നമ്മൾ എത്ര എണ്ണം വേണമെന്നുള്ളത് നമ്മൾ എന്താ പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 1 ഡസൻ എഗ്സ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് 12 എഗ്സ് വേണം എന്നുള്ള ഒരു ക്വാണ്ടിറ്റി വെച്ചാണ് നമ്മൾ പോകുന്നത്. അതേപോലെ ഇപ്പോൾ 1 ഡസൻ ബനാന മേടിക്കുകയാണെങ്കിൽ, 1 ഡസൻ പഴം മേടിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 12 പഴം നമുക്ക് വേണമെന്നുള്ളതാണ് നമ്മളവിടെ പറയുന്നത്, റൈറ്റ്? അതേ സമയത്ത് സോ അവിടെ ഡസൻ എന്ന് പറയുന്ന ആ ഡസൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് എത്ര ക്വാണ്ടിറ്റീസ് വേണമെന്നുള്ളത്, റൈറ്റ്? അതേപോലെ തന്നെ ഇപ്പം നമുക്ക് എന്താ പറയുന്ന വീറ്റ് മേടിക്കണം, റൈറ്റ്? സോ വീറ്റ് മേടിക്കാൻ നമ്മൾ ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് 1 ഡസൻ വീറ്റ് തന്നെ? ഇറ്റ്സ് നോട്ട് പോസിബിൾ, റൈറ്റ്? ഒരു എന്തുമാത്രം ഗ്രെയിൻസ് ഉണ്ട്, 1 ഡസൻ വീറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ ഒന്നിനുമില്ല. സോ നമ്മൾ അവിടെ അന്നേരം ഡസൻ അല്ല യൂസ് ചെയ്യുന്നത്, നമ്മളവിടെ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ പറയും kg അല്ല ക്വിൻ്റൽ, ഹയർ വലിയ ക്വാണ്ടിറ്റിക്ക് വേണ്ടി, റൈറ്റ്? അതേപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ പോയി എനിക്ക് 1 കിലോ ഷുഗർ അല്ല 2 കിലോ ഷുഗർ മേടിക്കണം. അവിടെ പോയി ഞാൻ ഇതല്ല പറയാൻ പോകുന്നത് എനിക്ക് 1 ഡസൻ ഷുഗർ ക്രിസ്റ്റൽസ് തരാൻ നല്ല പറയുന്നത്. 1 ഡസൻ ഷുഗർ ക്രിസ്റ്റലിന് എണ്ണം ഉണ്ട്. അന്നേരം നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് മാറ്റി നമ്മൾ കിലോഗ്രാംസ് യൂസ് ചെയ്യും. ലൈക്ക് ഐ നീഡ് 1 kg ഓഫ് ഷുഗർ, റൈറ്റ്? അല്ലെങ്കിൽ 2 കിലോ ഷുഗർ പാക്ക് ചെയ്യാൻ നമ്മൾ പറയില്ല, 3 കിലോസിൻ്റെ ഷുഗർ പാക്കറ്റ്സ് നമ്മൾ ലൈക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നൊക്കെ പിക്കപ്പ് ചെയ്യും, റൈറ്റ്? സോ അവിടെ ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് ചേഞ്ച് ആകും, റൈറ്റ്? ലൈക്ക് എഗ്സിനെ ആണെങ്കിൽ നമ്മൾ ഡസൻ്റെ ടേംസിൽ പറയും, ലൈക്ക് 1 ഡസൻ വേണം, 2 ഡസൻ വേണം. ബനാനാസ് ആണെങ്കിലും യു യൂസ് ദാറ്റ് ഡസൻ ഫോർ ദാറ്റ്. അതേസമയത്ത് വീറ്റ് അല്ലെങ്കിൽ ഷുഗർ പോലത്തെ കമ്മോഡിറ്റീസ് ആകുമ്പോഴത്തേക്കും നമ്മൾ കിലോഗ്രാംസ്, ക്വിൻ്റൽ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ കണ്ടോ, സംഭവങ്ങൾ മാറിക്കഴിയുമ്പോൾ അതിൻ്റെ അക്കോർഡിംഗ് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യും. അതേ കാര്യമാണ് നമ്മൾ ഈ മോൾ കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തും നേടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ആറ്റംസും മോളിക്യൂൾസും നമ്മൾ ഇനീഷ്യലി ആദ്യത്തെ 2 ചാപ്റ്റർ പഠിച്ചപ്പം നമുക്കൊരു ഐഡിയ കിട്ടി. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് ആണ്, റൈറ്റ്? സോ ഇപ്പോൾ 1 ഗ്രാം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക, 1 ഗ്രാം എന്താ പറയുന്നത് അയൺ എടുത്തെന്ന് വെച്ചു. 1 ഗ്രാം അയൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുമാത്രം ആറ്റംസ് കാണും, കറക്റ്റ്? അതൊരു ചെറിയ എമൗണ്ട് അല്ല, റൈറ്റ്? 1 ഗ്രാമിൽ തന്നെ എന്തുമാത്രം ആറ്റംസ് കാണും. സോ അതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇതിപ്പം സെയിം സിറ്റുവേഷൻ ആണ്. നമ്മളിപ്പം എന്താ പറയുന്നത് 1 ഡസൻ എഗ്സ് എന്ന് പറഞ്ഞപ്പോൾ 12 എഗ്സ് എന്നായിരുന്നു, പക്ഷെ 1 ഡസൻ
ഷുഗർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് നോ സെൻസ്. ഇതിപ്പോൾ ഷുഗർ ക്രിസ്റ്റൽസിനേക്കാളും ഒക്കെ എന്ത് ചെറുതായിട്ടുള്ള എൻറ്റിറ്റിയാണ് ഈ ആറ്റംസും മോളിക്യൂൾസും. സോ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ റിലേറ്റീവ്ലി മച്ച് ലാർജർ ആയിട്ടുള്ള ഒരു ടേം വേണം. അന്നേരം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുത്തിയിരിക്കുന്നത്, റൈറ്റ്? സോ എന്താ പറയുന്നത്, നമ്മളുടെ കെമിസ്റ്റ്സ് അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേം ആണ് മോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ കെമിസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് mole as the bigger unit, okay, bigger unit of expressing a definite amount of a chemical substance. Okay, and why is that? Because atoms and molecules are extremely small particles, so you need something bigger like to express that. No, oru mole F nu varna kayumbam it makes some sense. അല്ലാതെ എന്താ പറയുന്നത് 1 dozen atom എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ it makes no sense, right? It's literally nonsense. It needs to be something which you can relatable ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ട് രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യണം. അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ആ മോൾ എന്ന് പറയുന്നത് ഇസ് ദ ബിഗർ യൂണിറ്റ് വിച്ച് യു ക്യാൻ യൂസ് ടു എക്സ്പ്രസ് ദ amount of a chemical substance. Fine. So now let's actually start to discuss what mole concept is. So let's move ahead. Fine. So നമ്മളിപ്പം ഈ മോൾ കോൺസെപ്റ്റ്സിനെ നമുക്ക് 2 ടേംസിൽ പഠിക്കാം. ഓക്കെ, സോ ഒന്നാണ് ഇൻ ടേംസ് ഓഫ് മാസ്, പിന്നെ ഒന്നുകൂടെ ഇൻ ടേംസ് ഓഫ് നമ്പർ. സോ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റ് ഇൻ ടേംസ് ഓഫ് മാസ് ആണ്. ആക്ച്വലി മാസും ലൈക്ക് നമുക്ക് 3 കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കാം. ആക്ച്വലി ഇൻ ടേംസ് ഓഫ് മാസും ആകാം, ഇൻ ടേംസ് ഓഫ് നമ്പർ ആകാം, ഇൻ ടേംസ് ഓഫ് വോള്യൂം ആകാം. സോ ബേസിക്കലി നിങ്ങളുടെ സിലബസിനെ കവർ ചെയ്ത് പറയുമ്പോഴത്തേക്ക് ഇൻ ടേംസ് ഓഫ് മാസും നമ്പറും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ഇൻ ടേംസ് ഓഫ് വോള്യൂം നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ ക്യാൻ മേക്ക് എ സെപ്പറേറ്റ് വീഡിയോ ഫോർ ദാറ്റ് if some of you are curious or if you want to study and some of you might be knowing already about that. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ റിക്വയർമെൻറ്റ് അക്കോർഡിംഗ് ഇൻ ടേംസ് ഓഫ് വോള്യൂം ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇടാം. ഫൈൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റ്സ് ഇൻ ടേംസ് ഓഫ് മാസും ഇൻ ടേംസ് ഓഫ് നമ്പറുമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ മോൾ കോൺസെപ്റ്റ്സ് ഇൻ ടേംസ് ഓഫ് മാസ്. സോ 1 mole of atom. Okay, 1 mole of atom nu parnal it's the amount of substance which has mass equal to 1, like in terms of mass equal to gram atomic mass. Fine. സോ എന്താ പറയുന്നത്, നിങ്ങൾക്കറിയാം അറ്റോമിക് മാസിനെ കുറിച്ച് നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ ആറ്റംസ്, എലമെന്റ്സ്, മോളിക്യൂൾസ്, കോമ്പൗണ്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ആ ഒരു സീക്വൻസ് സീരീസിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഡീറ്റെയിൽ ആയിട്ട് അറ്റോമിക് മാസിനെ കുറിച്ചും എന്തുകൊണ്ടാണ് ആ സ്കെയിൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആദ്യം അതൊന്ന് പോയി നോക്കുക, അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വരിക. then you will understand it better. I am not going to repeat those things again in this chapter because it makes no sense, right? So I'll put that link in the description, so do check out that and then get back to this video. So എന്താ പറയുന്നത്, ഒരു മോൾ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് that amount of that substance is equal to gram atomic mass of that particular substance. Okay, confusion ആയിരിക്കും. Don't worry, I'll just introduce a few examples to you guys, then you'll understand it better. So let me move to 1 mole of molecules. 1 mole of molecules nu parna it's the amount of substance which has mass equal to gram molecular mass. നമുക്കറിയാം atomic mass എന്ന് പറയുന്നതിനെ നമ്മൾ AMU അല്ലെങ്കിൽ യുയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേ സംഭവത്തിന് നമ്മളിപ്പോൾ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗ്രാം അറ്റോമിക് മാസ് ആൻഡ് സിമിലർ ഇസ് ദ കേസ് ഫോർ ഗ്രാം മോളിക്കുലർ മാസ്. സോ ഇപ്പം നമുക്ക് എക്സാമ്പിൾ എടുത്ത് ഡിസ്കസ് ചെയ്യാം, അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുക 1 mole of nitrogen. 1 mole of nitrogen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു 14 grams. ഓക്കെ, ഒരു മോൾ നൈട്രജൻ എന്ന് പറഞ്ഞു കഴിയുമ്പം അത് 14 grams ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം നൈട്രജൻ്റെ അറ്റോമിക് മാസ് എത്രയായിരുന്നു, 14U. അതിനെ നമ്മൾ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അത് എത്രയാണ്, 14 gram. സോ ആ നൈട്രജൻ്റെ എത്രയാണോ ഗ്രാം അറ്റോമിക് മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 mole ഓഫ് ദാറ്റ്. ഓക്കെ, ഇപ്പം ഇതിപ്പം നമ്മളുടെ ഒരു നൈട്രജൻ ആറ്റമിൻ്റെ ടേംസിലായിരുന്നു, റൈറ്റ്? ഇപ്പം ഓക്സിജൻ മോളിക്യൂൾസ് ആണ്, റൈറ്റ്? സോ ഓക്സിജൻ മോളിക്യൂളിൻ്റെ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? സോ യു നോ ദാറ്റ് ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണെന്നുള്ളത്.
It's 2 into എത്ര oxygen atoms ഉണ്ട്? 2 oxygen atoms ഉണ്ട്. So it's 2 into 16, 16, right? So it's 32 U in terms of atomic mass. Now in the gram atomic mass എത്രയാവും? 32 grams. So ആ gram atomic mass വരുന്ന amount എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഞാൻ പറയുക gram atomic mass of oxygen എത്രയാണ്? 32 grams. So ആ 32 grams is 1 mole of oxygen. ഫൈൻ. അതേപോലെ തന്നെ ഇപ്പോൾ അമോണിയ എടുത്തെന്ന് വെച്ചു. സോ അമോണിയയുടെ നമ്മളുടെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? അതിൻ്റെ അറ്റോമിക് മാസ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. സോ ഇറ്റ്സ് നൈട്രജൻ എന്ന് പറയുമ്പോൾ വൺ ആറ്റം ഓഫ് നൈട്രജൻ ഇസ് ദർ. സോ ഇറ്റ്സ് 14 പ്ലസ് വി ഹാവ് 3 ഹൈഡ്രജൻസ് ആൻഡ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് ആണ് 1. സോ 3 into 1. സോ ഇറ്റ്സ് ടോട്ടൽ 17. Right? So we have the atomic mass of ammonia. One ammonia molecule is 17 U. So the gram atomic mass will be 17 grams. Right? So എന്താ പറയുന്നത് അമോണിയയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അമോണിയയുടെ ഒരു എൻ്റെ ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിനകത്ത് ഞാൻ 17 ഗ്രാംസ് അമോണിയ എടുത്തെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് 1 മോൾ ഓഫ് അമോണിയ. ഫൈൻ. അതേപോലെ തന്നെ ഇപ്പം ഓക്സിജൻ നമ്മുടെ 32 ഗ്രാംസ് ഓഫ് ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 1 മോൾ ഓഫ് ഓക്സിജൻ. സോ ആ പർട്ടിക്കുലർ ആറ്റത്തിൻ്റെ ഇപ്പം അതിൻ്റെ പറയുവാണെങ്കിൽ അതിൻ്റെ എത്രയാണോ ഗ്രാം അറ്റോമിക് മാസ് വരുന്നത് അത്രയും ഗ്രാംസ് നമ്മളുടെ ഇപ്പം ഒരു സാമ്പിൾ നമ്മളൊരു വാച്ച് ഗ്ലാസ്സിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 മോൾ ഓഫ് ദാറ്റ് അയൺ സാമ്പിൾ. റൈറ്റ്? സോ എന്താ പറയുന്നത് നമ്മളിപ്പം ആറ്റമിൻ്റെ ടേംസിൽ പറയുവാണെങ്കിൽ എന്തെങ്കിലും Fe ആറ്റംസ് ആയി കോപ്പർ ആറ്റംസ് ആയി അങ്ങനത്തെ ടേംസ് പറയുകയാണെങ്കിൽ നമുക്ക് 1 മോൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ആറ്റം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഗ്രാം അറ്റോമിക് മാസ്. അതേ സമയത്ത് ഇപ്പം ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് മോളിക്യൂൾസ് ലൈക്ക് ഓക്സിജൻ, വാട്ടർ, അമോണിയ, എനി സോർട്ട് ഓഫ് മോളിക്യൂൾ, ആ മോളിക്യൂളിൻ്റെ ഗ്രാം മോളിക്കുലർ മാസ് എത്രയാണോ അത്രയും ആ ഒരു ക്വാണ്ടിറ്റിയിൽ സേ ഇറ്റ്സ് എക്സ്. വട്ട് ഇഫ് ഐ എം സേയിങ് വി ഹാവ് എ മോളിക്യൂൾ എ ആൻഡ് ഇറ്റ്സ് ഗ്രാം മോളിക്കുലർ മാസ് ഇസ് എക്സ്. Okay, gram molecular mass. So it's x grams. So when you weigh x grams of that molecule, then that much of that entire quantity is equal to 1 mole of that molecule A. Fine. So I hope you are clear about it. So this is what is mole concepts in terms of mass. Now let's move ahead and discuss what mole concept is in terms of number. Fine. So mole concepts in terms of number is something new for you, like new in the terms നിങ്ങളിവിടെ ഒരു പുതിയ ടേംസ് ഒരു പുതിയ ടേം പഠിക്കും and I'll come to that. So now before like discussing about that new term, we'll start considering two substances. One is carbon and another is water. Okay, so we have carbon atom and water molecule. Fine. So നമ്മളുടെ ഒരു ആറ്റം ഒരു കാർബണിൻ്റെ ആറ്റം എടുത്തു കഴിഞ്ഞാൽ സേ കാർബൺ 12 ഐസോട്ടോപ്പ്. ഓക്കെ, ആ കാർബൺ 12 നമ്മൾ എന്താ പറയുന്നത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാർബൺ 12 നമ്മൾ പല സ്ഥലത്തും റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. റൈറ്റ്? സോ നമ്മൾ കാർബൺ 12ൻ്റെ ഐസോട്ടോപ്പ് എടുത്തു. അതിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 12U. You all know that if you are following my videos. Then നമുക്കറിയാം 1 molecule of water എന്ന് പറയുന്നത് is 18U. Right? So if I want to calculate the ratio of one atom, like ratio of the mass of one atom of carbon to the mass of one molecule of water, what will it be? It will be 12:18. Okay, so it's the ratio of mass of one atom of carbon to the mass of one molecule of water. So that will be 12:18. Fine. ഇപ്പോൾ ഞാൻ പറയുവാണ് ഞാൻ 1 million atom of carbon എടുക്കുവാണ് and 1 million molecules of water എടുക്കുവാണ് and I need the ratio of their masses of these 1 million molecules of respective substances, whatever, like say carbon and water, right? So അതിൻ്റെ ratio എത്രയായിരിക്കും? So that will also be 12:18. Why would that be? എന്നുവെച്ചാൽ ഒന്നിൻ്റെ നമ്മളുടെ 12 ആണ് and I am asking you about 1 million. So you'll multiply this with 1 million. So that will be the mass of 1 million atoms of carbon. And for water, if I am saying 1 million, then this 18U is for 1 molecule of water. So for 1 million molecules of water, you will multiply it with 1 million. Now you need to take the ratio of this entire masses, right? For 1 million atoms of carbon to 1 million molecules of water.
So this 1 million and 1 million will automatically get cancelled. So again you will end up with the same ratio. നിങ്ങൾ അതേ റേഷ്യോയിലാണ് പിന്നെയും തിരിച്ചെത്താൻ പോകുന്നത്. That is 12:18. Correct അല്ലേ? So നിങ്ങൾ ഒരു ആറ്റം ഓഫ് കാർബണിൻ്റെ മാസ് ഈസ് ടു ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിൻ്റെ റേഷ്യോ എടുത്താലും അതേ സമയത്ത് 1 million atoms of carbon is to 1 million molecules of water എടുത്താലും അല്ലെങ്കിൽ 100 atoms of carbon to 100 molecules of water എടുത്താലും the ratio will be 12:18. Correct? So conversely you can say that the masses of carbon and water, I'm sorry, it has to be a subscript. So the masses of carbon and water taken in the ratio 12:18 will contain the same number of carbon atoms or water molecules. Fine. So ഇതിനെ തന്നെ നമ്മളിപ്പോൾ റിവേഴ്സ് ചെയ്ത് പറയുവാണ് കി നമ്മൾ എന്താ പറയുന്നത് the masses of carbon and hydrogen taken in the ratio 12:18. Okay. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒപ്പിച്ച് കാർബണിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ ഒരു 12:18 റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദാറ്റ് ആസ് ദ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ദ സാമ്പിൾ ടേക്കൺ. Are you getting confused? Don't worry. I'll just quickly revise this and I'll get back to where I want you to I'll show you the way where you should be thinking about this thing correctly. So നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കെമിക്കൽ സബ്സ്റ്റൻസസ് എടുത്തു, കാർബൺ എടുത്തു, വാട്ടർ എടുത്തു, റൈറ്റ്? ആൻഡ് നമുക്കറിയാം ഒരു ആറ്റം കാർബണിൻ്റെ എന്താ പറയുന്ന മാസ് എന്ന് പറയുന്നത് ഇസ് 12U ആൻഡ് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇസ് 18U, റൈറ്റ്? എന്നാൽ ഞാൻ പറയുവാണ് ഒരു ആറ്റം ഓഫ് കാർബണിൻ്റെ മാസും ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിൻ്റെ മാസിൻ്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ്സ് 12:18. സോ ഇഫ് ഐ എം സെയിങ് ഇൻസ്റ്റെഡ് ഓഫ് 1 atom and 1 molecule, make it 1 million atoms of carbon and 1 million molecules of water. Still the ratio remains the same, the ratio of masses, that is 12:18. So ഇതിനെ തന്നെ ഞാൻ റിവേഴ്സ് അടിച്ച് പറയുവാണെങ്കിൽ ഇപ്പം ഞാൻ കാർബണിൻ്റെയും വാട്ടറിൻ്റെയും മാസ് എടുത്തു in a such a way that the ratio of their masses is 12:18, then you can definitely say that എത്ര atoms കാർബണിൻ്റെ ഉണ്ടോ same number of molecules will be present in the water sample which you have taken. Fine. So now let's move ahead and see why we are discussing this thing. Okay. So എന്താ പറയുന്നത് 1 mole എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ്. ഓക്കെ, 1 mole ഓഫ് പാർട്ടിക്കിൾസ്, അത് ആറ്റംസ് ആകാം, അയോൺസ് ആകാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാം, ഇസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് amount of substance which contains the same number of particles as there are carbon-12 atoms in 12 grams. Fine. നമ്മളിപ്പം കാർബണിൻ്റെ റെസ്പെക്ട് ലൈനെ അങ്ങ് ജനറലൈസ് ചെയ്യുവാണ് ഇനിയിപ്പം. ഓക്കെ, സോ നമ്മൾ എന്തായിരുന്നു കണ്ടിരുന്നത്? നമ്മളെടുത്തു ദാറ്റ് കാർബണിൻ്റെ നമ്മൾ എന്താ പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12U, റൈറ്റ്? ആൻഡ് അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ആറ്റംസിൻ്റെ എത്രയാണോ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് വരുന്നത് അതിൻ്റെ റേഷ്യോ എടുത്തു കഴിയുമ്പോൾ ഇറ്റ്സ് 12:something, റൈറ്റ്? സോ ആ 12:something നമ്മളിപ്പം ഒരു ആറ്റത്തിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അതിനേപോലെ തന്നെ നമ്മൾ എത്ര ഇൻക്രീസ് ചെയ്താലും നമ്പർ ഇൻക്രീസ് ചെയ്താലും ഈക്വലി രണ്ട് സൈഡിലും ഇൻക്രീസ് ചെയ്താൽ റേഷ്യോ അതേപോലെ ഇരിക്കും. അതിനെ കൺവേഴ്സ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേഷ്യോ 12:something എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ കാർബൺ 12ൻ്റെ കൂടെ ഏതൊരു എൻറ്റിറ്റീനെ എടുത്തു കഴിഞ്ഞാലും ഓക്കെ that will contain equal number of same number of molecules or atoms as there are carbon atoms present in that 12 grams. Okay, so 1 mole of particles nu parnu kayinjal it's that number of particles which is equal to the number of atoms present in carbon 12 grams of carbon 12. Fine. So this is something which concludes the entire discussion that we had from the last slide onwards. That is 12 gram carbon nu പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ആണ് 6.022 into 10 to the power 23 atoms. Can you imagine how big number this is? Okay, so ഞാനിപ്പോൾ ഒരു കാർബണിൻ്റെ സാമ്പിളിൽ നിന്ന് ഇപ്പം വെയിങ് ബാലൻസ് വെച്ച് ഒരു 12 grams ഞാൻ എടുത്തെന്ന് വെച്ചു. ഓക്കെ, സോ ആ 12 gramsനകത്ത്
6.022 into 10 to the power 23 atoms കാണും. Got it? So അതാണ് ഒരു mole എന്ന് നമ്മൾ പറയുന്നത്. These many particles make one mole. Okay? So this particular number which you will be seeing now time and again when you will be studying chemistry, okay, and even in different places as well, and this famously is known as Avogadro's number. Okay, so നമ്മളിപ്പം ഇനി മുന്നോട്ട് ഹയർ ക്ലാസ്സസിൽ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോഴാണേലും നിങ്ങൾ ഈ നമ്പറിനെ പല സ്ഥലത്തായിട്ട് കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കാൻ പോകുന്നൊരു നമ്പറാണ്. Okay, you'll constantly come across this number and we call it Avogadro's number. Okay, so you need to remember this number. Okay, so now let's see exactly what Avogadro's number is once again. So one more thing, you can express Avogadro's number, or we express Avogadro's number as n0. Okay, n0. So നമുക്കിനിയും ഫൈനലി ഒരു മോൾ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യാം. So a mole of particles is therefore defined as that amount of the substance which contains Avogadro's number of particles. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ കയ്യിൽ ഒരു എന്താ പറയുന്ന ഒരു കണ്ടെയ്നർ ഉണ്ട്. അതിൽ നിന്ന് ഞാൻ സേ ഒരു മോൾ എന്താ പറയുന്നത് ഇപ്പം എഫ് ഇ ആറ്റം ഒരു എഫ് ഇയുടെ സാമ്പിൾ ഉണ്ട്, അയണിൻ്റെ സാമ്പിൾ ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ ഒരു മോൾ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എടുത്തു ഓക്കെ, ഒരു മോൾ എടുത്ത് ഞാൻ അതിനെ ഒരു വാച്ച് ഗ്ലാസിനകത്തോട്ട് വെച്ചു. ഓക്കെ, സോ ആ വാച്ച് ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന എഫ് ഇ സാമ്പിളിൽ 6.022 into 10 to the power 23 Fe atoms കാണും, and that is 1 mole of Fe. Okay, so again I am repeating the definition of Avogadro's number, or say moles I am defining once again what a mole is. So a mole of particles is defined as that amount of the substance which contains Avogadro's number of particles. Fine. So here's an example. I have 1 mole of carbon atoms. So I'll ask how many carbon, like I have 1 mole of carbon atom sample in my watch glass, and I'm asking you how many atoms of carbon are there in that sample. So you can 100% say that it contains 6.022 into 10 to the power 23 carbon atoms. Ippam nammude oxygen molecules undu endile. Okay, I have oxygen molecules, I have trapped some oxygen molecules, okay, in some seal tube or something like that, and I'm saying I have 1 mole of oxygen molecules here in my hand. So when I say that, it means it's equal to that sample contains 6.022 into 10 to the power 23 molecules of oxygen. So when I say I have 1 mole of carbon atoms, it means there are Avogadro numbers of carbon atoms in that sample, in that 1 mole of carbon atom samples. When I say I have 1 mole of oxygen molecules, when I say I have 1 mole of oxygen molecules, then we have in that sample Avogadro number of oxygen molecules. If I say 2 molecules of oxygen molecules, then how many molecules are there in that sample? If you can guess, then put the answer in the comments below. Okay, so in a nutshell I'll just summarize what we learned today in this class. Okay, so നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കോൺസെപ്റ്റ് എന്തിനു വേണ്ടി പഠിക്കണം എന്നുള്ളതായിരുന്നു. നമ്മൾ കണ്ടു, നമ്മൾ എഗ്സ് ബനാനാസ് ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിന് ഒരു സിമ്പിൾ ടേംസ് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ഡസൺ എന്ന് പറയുന്ന ടേമാണ് എൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഡസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആർട്ടിക്കിൾസ് ആണ്. 12 eggs, 1 dozen eggs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 eggs ആണ്. 1 dozen ബനാനാസ് എന്ന് പറഞ്ഞാൽ 12 ബനാനാസ് ആണ്. അതേസമയത്ത് ഇപ്പം ഞാൻ വീറ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയും, you'll never say I need 1 dozen of wheat. It makes no sense, right? So you just turned into using kilograms there, quintals there. Okay, so in a similar way, when it comes to atoms and molecules, that is when you are measuring and talking about chemical substances, you use the moles concept. That is 1 mole nulla term aanu nammal use cheynathu. 1 mole, 2 mole, 3 mole, like that. Okay, so 1 mole has Avogadro number of that particular particle, and that is equals to
numerically 6.022 into 10 to the power 23 particles. Okay, so that's all for today's video. I hope you understood the concept. So in the next part of this video for mole concepts, we'll be discussing the different types of numericals that will be could be asked from this topic. So ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ജസ്റ്റ് 9th ക്ലാസ്സിൽ തീരാനുള്ള സംഭവമല്ല, ഇത് നിങ്ങൾ ഹയർ ക്ലാസ്സസിലും വളരെ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ്. സോ പേ അറ്റൻഷൻ ടു ഇറ്റ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നുണ്ടെങ്കിൽ 100% മോൾ കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നേക്കും ഫോർ ഷ്യൂർ, ബിക്കോസ് ദിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ടോപ്പിക്ക് വിട്ടിട്ട് എക്സാമിന് പോവുകയും ചെയ്യരുത്. ആൻഡ് ഇതിൽ നിന്ന് മെയിൻലി തിയറിനേക്കാളും കൂടുതൽ ഡെഫിനറ്റ്ലി എന്താ പറയുന്നത് ന്യൂമെറിക്കൽസ് ആണ് വരാൻ പോകുന്നത്. സോ പേ അറ്റൻഷൻ ടു ദാറ്റ്. And we'll discuss different types of numericals. Don't worry about that. So I'll put that in the next video. So hope you like this video. So don't forget to like, share and subscribe. Thank you.